നമസ്കാരം. ന്യൂസ് 1 മിഡിൽ ഈസ്റ്റിലേക്ക് സ്വാഗതം. ആദ്യം ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. ദൈവവിളിക്കുത്തരം നൽകി തീർത്ഥാടക ലക്ഷങ്ങൾ പുണ്യഭൂമിയിൽ. ഹജ്ജ് കർമ്മങ്ങൾ തുടങ്ങി. ഹാജിമാർ മിനായിലേക്ക്. അറഫാ സംഗമം നാളെ. മസ്കത്തിലെ കമ്പനിയെ കബളിപ്പിച്ച് 18 ലക്ഷത്തിൽ പരം രൂപയുമായി മലയാളി നാട്ടിലേക്ക് കടന്നു. മുങ്ങിയത് കോഴിക്കോട് സ്വദേശി സുബീഷ്. കമ്പനി ഇന്ത്യയിലെ ഒമാൻ അംബാസഡറുടെ ബന്ധുക്കളുടേത്. യാത്രക്കാരുടെ ലഗേജ് താമസിപ്പിച്ച് പ്രവാസികൾക്ക് വീണ്ടും എയർ ഇന്ത്യയുടെ പീഡനം. ലഗേജ് ലഭിക്കുന്നത് ദിവസങ്ങൾ കഴിഞ്ഞ്. നഷ്ടപരിഹാരം നൽകാൻ തയ്യാറാവാതെ എയർ ഇന്ത്യ. നരേന്ദ്രമോദിയെ പിന്തുണച്ച് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. റോഡ് നന്നാക്കുന്നവരെയും കൃഷി നടത്തുന്നവരെയും അംഗീകരിക്കും. അതിലുൾപ്പെടുമെങ്കിൽ മോദിയെയും അംഗീകരിക്കുമെന്ന് കാന്തപുരം. മോദിയുടെ സാമ്പത്തിക സഹായത്തിനുള്ള നന്ദി പ്രകടനമെന്ന് സമസ്ത EK വിഭാഗം. പലിശ മുടങ്ങിയതിന് തിരുവനന്തപുരത്ത് ബ്ലേഡ് മാഫിയ വീട് ഇടിച്ചു നിരത്തി. പോലീസ് കേസെടുക്കാൻ തയ്യാറായത് ഒരു ദിവസത്തിനു ശേഷം. തൃശൂരിൽ പണമിടപാട് സ്ഥാപനത്തിന് വേണ്ടി യുവാവിനെ പോലീസ് മർദ്ദിച്ചുവെന്ന് പരാതി. പരിശോധിച്ച് നടപടിയെടുക്കുമെന്ന് ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മീഡിയ വണ്ണിനോട്. പൂനെ ഏകദിനത്തിൽ ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യക്ക് തോൽവി. ഓസീസിന് 72 റൺസിന്റെ ജയം. 2008-2010 വർഷത്തിൽ ലോക സാമ്പത്തിക മാന്ദ്യത്തെ തുടർന്ന് ദുബായിലുണ്ടായ സാമ്പത്തിക പ്രതിസന്ധിക്ക് ശേഷം എല്ലാ മേഖലയിലെ വികസനത്തിനും വൻ തിരിച്ചുവരവാണ് ദുബായ് ഇപ്പോൾ നടത്തുന്നത്. റിയൽ എസ്റ്റേറ്റ് രംഗത്ത് ലോകത്തിലെ ഏറ്റവും വലിയ വളർച്ചയും ദുബായിലാണ് എന്നാണ് റിപ്പോർട്ടുകൾ. പഴയ കുതിപ്പ് അടിത്തറയില്ലാത്തതായിരുന്നുവെങ്കിൽ ജാഗ്രതയോടെയുള്ളതാണ് ഇപ്പോഴത്തെ വളർച്ചയെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. 2008 സാമ്പത്തിക മാന്ദ്യത്തിനു മുമ്പ് ലോകത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ വളർച്ചയായിരുന്നു UAE ഒരു എമിറേറ്റ് മാത്രമായ ദുബായ് കൈവരിച്ചത്. റിയൽ എസ്റ്റേറ്റ് രംഗത്തെ പോലെ എല്ലാ മേഖലയിലുമുണ്ടായ കുതിപ്പ് അന്താരാഷ്ട്ര പ്രോപ്പർട്ടി ആൻഡ് ഫിനാൻസ് മാർക്കറ്റുകളുടെ ഹൃദയമാക്കി ദുബായിയെ മാറ്റി. ഏതൊരു യൂറോപ്യൻ രാജ്യത്തേക്കാളും ഏറ്റവും കൂടിയ സാമ്പത്തിക വളർച്ച 2006 ദുബായിൽ രേഖപ്പെടുത്തി. ശരാശരിക്കാർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കാത്ത വിധമുള്ള ഒരു ഭൂമിയിലേക്കായിരുന്നു ഇത് നയിച്ചത്. ഒരു ബെഡ് സ്പേസിന് പോലും ചുരുങ്ങിയത് 1000 ദിർഹം നൽകേണ്ട അവസ്ഥ. അങ്ങനെ ജീവിത ചെലവ് വർദ്ധിച്ചു. ഊഹാധിഷ്ഠിതമായി പ്രവർത്തിച്ചിരുന്ന റിയൽ എസ്റ്റേറ്റ് രംഗം തീർത്തും നിയന്ത്രണത്തിന് പുറത്തായിരുന്നു. ഈ കുതിപ്പിനിടയിൽ അമേരിക്കൻ സാമ്പത്തിക രംഗം കൂപ്പുകുത്തിയതോടെ ഏറ്റവും ബാധിച്ചത് ദുബായിയെ ആയിരുന്നു. ദുബായ് വീണ്ടും ഒരു തിരിച്ചുവരവ് നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. നേരത്തെ 50% ഇടിവ് സംഭവിച്ച മേഖലയിൽ അവസാന വർഷം 20% വളർച്ച കാണിക്കുകയും ലോകത്തിലെ ഏറ്റവും വേഗതയിൽ വളർച്ച രേഖപ്പെടുത്തുകയും ചെയ്തതായാണ് റിപ്പോർട്ടുകൾ. ബ്രിട്ടീഷ് ബാങ്ക് സ്റ്റാൻഡേർഡിന്റെ കണക്കുകൾ പ്രകാരം ദുബായിലെ അപ്പാർട്ട്മെന്റ് വില 38% വർദ്ധിച്ചതായും പറയുന്നു. കെട്ടിടങ്ങൾക്കുള്ള വാടകയിൽ ഉണ്ടായ വൻ വർധനവ് ഭാവിയിലുണ്ടാക്കുന്ന അനിയന്ത്രിത സാഹചര്യം ഒഴിവാക്കാൻ ദുബായ് ശക്തമായ നടപടിയാണ് സ്വീകരിക്കുന്നത്. വാടക നിയന്ത്രണത്തിന് അടുത്ത വർഷം പ്രത്യേകം ഒരു കരാർ നിർമ്മിക്കാൻ ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെന്റ് തീരുമാനിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, ഇപ്പോഴുള്ള വളർച്ച അടിത്തറയുള്ളതാണെന്ന് ഉറപ്പുവരുത്തുവാൻ സെൻട്രൽ ബാങ്ക് വഴിയും പ്രത്യേകം സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇതിനു പുറമെ ടൂറിസം രംഗത്തും മറ്റുമായി സർക്കാരിന്റെ വരുമാനം വർദ്ധിപ്പിക്കുവാനുള്ള നടപടിയും കാര്യമായാണ് നടക്കുന്നത്. എന്ത് വില കൊടുത്തും രാജ്യത്തെ സ്ഥിരത നിലനിർത്തുവാനുള്ള റെഗുലേഷൻസ് ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് ദുബായ്. ഹാരിസ് അരിക്കുളം, മീഡിയ 1, ദുബായ്. ദുബായിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ വളർച്ച ശാശ്വതമാണോ? ഈ വിഷയമാണ് ഇന്ന് ന്യൂസ് 1 മിഡിൽ ഈസ്റ്റ് പരിശോധിക്കുന്നത്. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നു മാധ്യമപ്രവർത്തകനും സാമ്പത്തിക വിദഗ്ധനുമായ ഭാസ്കർ രാജ്. അദ്ദേഹം ദുബായ് സ്റ്റുഡിയോയിലുണ്ട്. ഒപ്പം ഖലീജ് ടൈംസ് ദുബായിലെ ബിസിനസ് എഡിറ്റർ ഐസക് പട്ടാണിപ്പറമ്പിലെ ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുന്നു. ആദ്യം ശ്രീ ഭാസ്കർ രാജിലേക്ക്. ശ്രീ ഭാസ്കർ രാജ്, 2008 വരെ ദുബായിലുണ്ടായ സാമ്പത്തിക വളർച്ച ലോകം വളരെ അത്ഭുതത്തോടു കൂടിയാണ് നോക്കിക്കണ്ടത്. വളരെ പെട്ടെന്ന് ആ രാജ്യത്ത് സാമ്പത്തിക വളർച്ച ഉണ്ടാകുന്നു. പക്ഷേ പെട്ടെന്ന് തന്നെ അത് താഴോട്ട് പോവുകയും ചെയ്യുന്നു. സാമ്പത്തിക മാന്ദ്യം മാത്രമായിരുന്നു അന്ന് ദുബായിലുണ്ടായ ആ ഒരു തകർച്ചയ്ക്ക് കാരണമായി നിങ്ങളടക്കമുള്ളവർ കാണുന്നത്? സാമ്പത്തിക മാന്ദ്യം മാത്രമായിരുന്നില്ല. ഇവിടെ പ്രത്യേകിച്ച് UAE മാർക്കറ്റിലും പ്രത്യേകിച്ച് ദുബായ് മാർക്കറ്റിൽ ഉണ്ടായിരുന്നത് എക്സസീവ് സ്പെക്കുലേഷൻ ആയിരുന്നു. ഊഹക്കച്ചവടം വളരെയധികം വർദ്ധിച്ചിരുന്നു. അതിനൊരു ഉദാഹരണം പറയണമെന്നുണ്ടെങ്കിൽ ഈ ഫ്ലിപ്പിംഗ് എന്ന് പറയും. ആദ്യം ഒരാൾ ഒരു പ്രോപ്പർട്ടി ബുക്ക് ചെയ്യുന്നു. ഉദാഹരണത്തിന് ഒരു 2 മില്യന് ബുക്ക് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടി ഉടനെ തന്നെ അടുത്ത ആളിനത് കൈമാറ്റം ചെയ്തതിനു ശേഷം 10%, 15% വർദ്ധിപ്പിച്ചിട്ട് ഈ 2 മില്യന്റെ പ്രോപ്പർട്ടി ഒരു 3-4 കൈമറിഞ്ഞിട്ട് ഒരു 15-16 മില്യൺ വരെ എത്തിയിരുന്നു.
അപ്പൊ അതുപോലെയായിരുന്നു മിക്കയിടത്തും ഉണ്ടായിരുന്ന പ്രോപ്പർട്ടി. അത് അനിയന്ത്രിതമായിരുന്ന ഊഹക്കച്ചവടം ഉണ്ടായിരുന്നതായിരുന്നു ഈ മാർക്കറ്റ് തകരുന്നതിന് ഒരു പ്രധാന കാരണം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അമേരിക്കയിലും അതുപോലെ യൂറോപ്പിന്റെ മറ്റു ഭാഗങ്ങളിലും ഉണ്ടായിരുന്ന സാമ്പത്തിക മാന്ദ്യവും ഇതിനെ ബാധിക്കുകയുണ്ടായി. ശ്രീ ഭാസ്കർ രാജ്, ഊഹക്കച്ചം തകർച്ചയ്ക്ക് ഒരു കാരണമായി എന്ന് പറയുമ്പോൾ തന്നെ അന്നുണ്ടായിരുന്നതിന്റെ ഒരു വളർച്ചയുടെ കാരണമായിട്ടും ഇത്തരത്തിലുള്ള ഒരു കച്ചവടം തന്നെ ഒരു കാരണമായി വന്നിട്ടില്ലേ? ഇത്തരത്തിലുള്ള കച്ചവടത്തിലൂടെ ഭീമമായൊരു പണം ദുബായ് അടക്കമുള്ള മാർക്കറ്റുകളിൽ എത്തിപ്പെട്ടത് അന്നത്തെ ഒരു സാമ്പത്തിക രംഗത്ത് വളർന്നു വരുന്നതിന് ദുബായെ സഹായിച്ചിട്ടില്ലേ? തീർച്ചയായിട്ടും അത് സഹായിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് പറയാവുന്നത് തൊഴിൽ അവസരങ്ങൾ വർദ്ധിക്കുന്നുള്ളതായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്നതായ പ്രോജക്റ്റുകൾ ഇവിടെ വളർച്ച നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് ഒരു 40-50% പുതിയ ബിൽഡിങ്ങുകൾ ഇവിടെ ഉണ്ടായിരുന്നുള്ളതാണ്. ഇതോടൊപ്പം തന്നെ തൊഴിലവസരങ്ങൾ വളരെയധികം ഉണ്ടായിരുന്നു. ഈ തൊഴിലവസരങ്ങൾ നഷ്ടപ്പെട്ടതുകൊണ്ടാണ് സാമ്പത്തിക മാന്ദ്യം വന്നതിനോടൊപ്പം തന്നെ പല പ്രോജക്റ്റുകളും ഇടയ്ക്ക് വെച്ച് നിർത്താനായിട്ട് കഴിഞ്ഞു. ഊഹക്കച്ചവടം ഉണ്ടായതോടുകൂടി പലർക്കും പ്രോജക്റ്റ് ഫൈനാൻസ് ചെയ്യാനായിട്ട് പറ്റാതെ പോവുകയും അതുപോലെ തന്നെ പണം ബാങ്കിലേക്ക് തിരിച്ചടക്കാൻ പറ്റാതെയുമാണ് പലരും പ്രോജക്റ്റ് ഇടയ്ക്ക് വെച്ച്. അതുപോലെ തന്നെ ഡെവലപ്പേഴ്സ്, പ്രോപ്പർട്ടി ഡെവലപ്പേഴ്സ് പലരും ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോവുകയും പലരും ഇവിടെ നിന്ന് നഷ്ടപ്പെട്ട് സ്ഥലം വിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതും ഒരു കാരണമായിട്ടുണ്ടായിരുന്നു. തിരിച്ചു വരാം ഭാസ്കർ രാജ് താങ്കളിലേക്ക്. ഐസക് പട്ടാണിപ്പറമ്പിൽ അദ്ദേഹം ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ ഐസക് പട്ടാണിപ്പറമ്പിൽ, താങ്കൾ എങ്ങനെ കാണുന്നു? വളരെ വലിയ ഒരു വളർച്ചയാണ് 2008 വരെ ദുബായിൽ ഉണ്ടായത്. പക്ഷെ വളരെ പെട്ടെന്ന് അത് താഴേക്ക് പോകുന്നു. ഇപ്പോൾ വീണ്ടും അത് വളർച്ചയുടെ ദിശയിലേക്ക് തന്നെയാണ് എന്ന് വരുന്നു. അന്ന് താങ്കളുടെ അഭിപ്രായത്തിൽ സാമ്പത്തിക മാന്ദ്യം മാത്രമായിരുന്നോ അന്ന് ദുബായ് നേരിട്ട വലിയൊരു പ്രതിസന്ധി 2008-ൽ? ദുബൈയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അന്ന് സംഭവിച്ചത് ദുബൈയുടെ ആ ഒരു വലിയ വളർച്ച, ഒരു കുതിപ്പിന് പെട്ടെന്നൊരു ഒരു സ്റ്റോപ്പ് ഉണ്ടായത് ദുബൈയുടെ മാത്രം പ്രശ്നമല്ല, അതൊരു ആഗോള പ്രതിഭാസത്തിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് അതുണ്ടായത്. അതൊരു കണക്കിന് ദുബൈയെ സംബന്ധിച്ചോളം അതൊരു തിരിച്ചറിവിന്റെയും ഒരു പുതിയ ലെസൺ മനസ്സിലാക്കുന്നതിന്റെ ഒരു അവസരം ദുബൈക്ക് കൊടുക്കുകയുണ്ടായി. കാരണം അല്ലായിരുന്നെങ്കിൽ ഈ ദുബൈയുടെ ആ ഒരു തകർച്ച ഇതിനും അപ്പുറമായി തന്നെ. എന്നാൽ ഇന്നിപ്പോ ദുബൈയുടെ സ്ഥിതി അതല്ല. ദുബൈ ഈ പഴയ കാര്യങ്ങളിൽ കൂടി പുതിയൊരു ലെസൺ ലേൺ ചെയ്ത് കുറച്ചുകൂടെ ഇപ്പോഴത്തെ ഈ വളർച്ച കുറച്ചുകൂടെ ഒരു നിയന്ത്രണമായ രീതിയിലാണ് കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനിയൊരു ബബിൾ ഉണ്ടാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബബിൾ ഉണ്ടാകാതിരിക്കാനായിട്ടുള്ള മുൻകരുതൽ ദുബൈ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്, UAE ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്, UAE സെൻട്രൽ ബാങ്കിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഗവൺമെന്റ് അല്ലല്ലോ ഇത് നിയന്ത്രിക്കേണ്ടത്. ഇതിലെ പങ്കെടുക്കുന്ന ഇതിലെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയ പ്രൈവറ്റ് സെക്ടേഴ്സ് അവരുടെ ഗ്രീഡ് ആർക്കും കൺട്രോൾ ചെയ്യാനൊക്കത്തില്ല. ശ്രീ ഐസക് പട്ടാണിപ്പറമ്പിൽ, ഇപ്പോൾ ഭാസ്കർ രാജ് സൂചിപ്പിച്ചതുപോലെ അന്ന് ദുബായിക്ക് ഇത്തരത്തിലുള്ള ഒരു തകർച്ച ഉണ്ടാവാൻ കാരണം ഊഹക്കച്ചവടം വളരെ നിയന്ത്രണാതീതമാവിധം ദുബായിൽ ഉണ്ടായിരുന്നു. അന്ന് സാമ്പത്തിക മാന്ദ്യത്തിനൊപ്പം ഇതും തകർച്ചയ്ക്ക് ഒരു കാരണമായിരുന്നു. താങ്കൾ എങ്ങനെ നിരീക്ഷിക്കുന്നു? ഇത്തരത്തിൽ ഊഹക്കച്ചവടം ക്രമാതീതമായി അന്ന് ഉണ്ടായിരുന്നത് ഈ തകർച്ചയ്ക്ക് എത്രമാത്രം കാരണമായിട്ടുണ്ട്? അതാണ് ഞാൻ പറഞ്ഞത് പ്രൈവറ്റ് സെക്ടർ, അതായത് ഇൻവെസ്റ്റേഴ്സ്, റിയൽ ഇൻവെസ്റ്റേഴ്സിനെ നിയന്ത്രിക്കാൻ അവർക്ക് മാത്രമേ കഴിയുള്ളൂ. ദുബൈ ഗവൺമെന്റും UAE ഗവൺമെന്റും എത്രമാത്രം നല്ല നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ദുബൈ ലാൻഡ് ഡിപ്പാർട്ട്മെന്റും ദുബൈയുടെ റീറ എന്ന് പറഞ്ഞ റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി ഏജൻസി, ഇവരെല്ലാം വളരെ പോസിറ്റീവായിട്ടും പ്രസക്തവുമായ നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇങ്ങനെ ഇനി ഒരു ബബിള് വരാതിരിക്കാനായിട്ട് അവരുടെ ഭാഗത്തുനിന്ന് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനപ്പുറമായിട്ട് ചെയ്യേണ്ടത് എന്താണ്? ഈ ലാഭക്കുതിയന്മാർ കഴിഞ്ഞ ഒരു പ്രാവശ്യം രുചിച്ചു. കഴിഞ്ഞ 2007 ഇവിടെ നേരത്തെ ഭാസ്കർ രാജ് സൂചിപ്പിച്ച പോലെ 10-20 ഇരട്ടി ലാഭം കൊയ്ത ആൾക്കാര് ഇനി ഒരു അവസരം കിട്ടാൻ വേണ്ടി നോക്കിയിരിക്കുകയാണ്, സ്പെക്കുലേറ്റീവ് ഇൻവെസ്റ്റേഴ്സ്. അപ്പൊ അവരുടെ ഗ്രീഡിന് ഒരു ശമനം വരുത്താൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണ്, ഇനിയും ഒരു ബബിൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ഇപ്പോഴത്തെ ഒരു രീതി വെച്ച് നോക്കുകയാണെങ്കിൽ ഏതൊക്കെ നിയമനിർമ്മാണങ്ങൾ ദുബൈ കൊണ്ടുവന്നാൽ തന്നെയും അതിനേക്കാൾ കൂടുതൽ ഇൻവെസ്റ്റേഴ്സ് ഇപ്പൊ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പൊ പുതിയ ഞങ്ങളുടെ റിപ്പോർട്ട് അനുസരിച്ച് there are more buyers than sellers എന്നുള്ള അവസ്ഥ ഇപ്പൊ എത്തിയിരിക്കുകയാണ്. കാരണം സിറിയയിൽ നിന്നും ബാക്കിയുള്ള അറബ് രാജ്യങ്ങളിൽ നിന്നുള്ള ഇൻവെസ്റ്റേഴ്സ് ദുബൈയാണ് ഒരു സേഫ് ഹെവൻ എന്നുള്ള നിലയിൽ അവിടുന്നുള്ള ഇൻവെസ്റ്റ്മെന്റ് ഇങ്ങോട്ട് ഡൈവേർട്ട് ചെയ്തിരിക്കുകയാണ്. അതോടൊപ്പം പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിൽ നിന്നും റഷ്യയിൽ നിന്നും എന്ന് വേണ്ട യൂറോപ്പിൽ നിന്നും എല്ലാം ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ലോകത്തിലെ ഏറ്റവും
മോസ്റ്റ് സോട്ട് ആഫ്റ്റർ ഇൻവെസ്റ്റ്മെന്റ് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഡെസ്റ്റിനേഷൻ ആയിട്ട് ദുബായ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ലണ്ടൻ കഴിഞ്ഞാൽ ലോകത്തിലെ രണ്ടാമത്തെ മോസ്റ്റ് സോട്ട് ആഫ്റ്റർ റിയൽ എസ്റ്റേറ്റ് ഡെസ്റ്റിനേഷൻ ആണ് ദുബായ്. അപ്പൊ ഈ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതോടൊപ്പം തന്നെ ഇനി സംഭവിക്കാൻ പോകുന്നത് എന്താണ്? ദുബായ് വേൾഡ് ട്രേഡ് പിന്നെ വേൾഡ് എക്സ്പോ 2020 ഇത് നടക്കും, ഇത് ദുബൈക്ക് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ധാരാളം സ്പെക്കുലേറ്റേഴ്സ് രംഗത്തെത്തിയിട്ടുണ്ട്. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. തിരിച്ചു വരാം ഐസക് പട്ടാണിപ്പറമ്പിൽ. ഞാൻ താങ്കളിലേക്ക് ഭാസ്കർ രാജിലേക്ക്. ശ്രീ ഭാസ്കർ രാജ്, ലോകം തന്നെ ഉറ്റുനോക്കുന്ന ഒരു രാജ്യമായി ദുബായ് മാറിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു രാജ്യത്ത് ഇത്തരത്തിലുള്ള ഊഹക്കച്ചവടം പോലെയുള്ള നടപടികൾ നിയന്ത്രിക്കാൻ 2008 അടക്കമുണ്ടായ തകരാറുകൾ മറികടന്നുകൊണ്ട് അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ എന്തൊക്കെ നടപടികളാണ് ഉണ്ടാവുന്നത്? തീർച്ചയായിട്ടും വളരെയധികം നിയന്ത്രണങ്ങൾ ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യം തന്നെ ചെയ്തത് ഈ സ്പെക്കുലേറ്റീവ് ട്രാൻസാക്ഷൻ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അതിന്റെ ഈ ട്രാൻസാക്ഷന്റെ ചാർജ് വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ്. അതായത് നമ്മുടെ നാട്ടിലെ എന്താ പറയാ ഡ്യൂട്ടി പോലെ, അതായത് സ്റ്റാമ്പ് ഡ്യൂട്ടി പോലെ ഇവിടെ ഇപ്പോൾ അതായത് 2% 4% വർദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്രോക്കേഴ്സിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് ബ്രോക്കേഴ്സിന് ലൈസൻസിങ് ഏർപ്പെടുത്തുകയും അതുപോലെ തന്നെ സ്ഥലം വാങ്ങുന്നതിന് വേണ്ടി, അതായത് പ്രോപ്പർട്ടി ഡെവലപ്പേഴ്സ് സ്ഥലം വാങ്ങുന്നതിന് മുമ്പായിട്ട് നേരത്തെ അവർ ഫുൾ അതിന്റെ പണം കൊടുത്തതിന് ശേഷം മാത്രമേ അവർക്ക് സ്ഥലം ട്രാൻസാക്ട് ചെയ്യാനായിട്ട് പറ്റുന്നുള്ളൂ. 70% വരെ അധികം സ്ഥലത്തിന്റെ വില കൊടുത്തതിന് ശേഷം മാത്രമേ ഇത് ചെയ്യാൻ പറ്റുന്നുള്ളൂ. മൂന്നാമതൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പലപ്പോഴും ബുക്ക് ചെയ്തതിന് ശേഷം അവർക്ക് ഫ്ലിപ്പിംഗ് നടത്തിയിരുന്നു, മറ്റൊരാളിന് അത് കൈമാറ്റം ചെയ്തിരുന്നു. ആ കൈമാറ്റത്തിനുള്ള ട്രാൻസാക്ഷന്റെ ചാർജ് വർദ്ധിപ്പിച്ചതുകൊണ്ട് സ്പെക്കുലേഷൻ വളരെയധികം കുറയ്ക്കാനായിട്ട് പറ്റും. പിന്നെ മറ്റൊന്ന് ഇവിടെ ഉണ്ടായിരുന്നത്, അന്നത്തെ കാലത്ത് ബാങ്കുകൾ വളരെയധികം പണം കൊടുത്തിരുന്നു. അതായത് ലോൺ ടു വാല്യൂ അതിന്റെ പ്രൊപ്പോർഷൻ വളരെ കൂടുതലായിരുന്നു. ഒരു പ്രോപ്പർട്ടിയുടെ വിലയുടെ 100% വരെയും പിന്നെ ബാങ്കുകൾ ലോൺ കൊടുത്തിരുന്നു. ഇന്ന് ഗവൺമെന്റ് സെൻട്രൽ ബാങ്ക് അതിനൊരു നിയന്ത്രണം ഏർപ്പെടുത്തുകയും എക്സ്പാട്രിയേറ്റ്സിന് പ്രവാസികൾക്ക് 50% മാത്രമായിട്ട് നിയന്ത്രണം കൊണ്ടുവരികയും, അതായത് ഇതിന്റെ ലിമിറ്റ് 50%, അതുപോലെ ലോക്കൽസിന് അത് 60-70% വരെ ആക്കി നിയന്ത്രിക്കുകയും ചെയ്തതോടുകൂടി കൂടുതൽ ബാങ്കുകളിൽ നിന്നുള്ള പണം അതായത് ലിവറേജ് ചെയ്യാനായിട്ട് പറ്റാതെ വരുന്നുണ്ട്. ഇത് ഈ ഒരു നിയന്ത്രണം യഥാർത്ഥത്തിൽ ഗുണം ചെയ്യുന്നതാണ്. ശ്രീ ഭാസ്കർ രാജ്, ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഒരുപക്ഷെ ഉണ്ടാകാതിരുന്നതല്ലേ 2008 വലിയ രീതിയിൽ ഉയർന്നിരിക്കുന്ന ഒരു രാജ്യം പെട്ടെന്ന് തന്നെ താഴേക്ക് പോകാനുണ്ടായ ഒരു പ്രധാന കാരണം? അധികൃതർ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ചിരുന്നില്ല എന്നത് തന്നെയല്ലേ അന്ന് ഇത്തരത്തിൽ ആ രാജ്യം താഴേക്ക് പോകാനുണ്ടായ ഒരു പ്രധാനപ്പെട്ട കാരണം? അല്ല, ഐസക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ നമുക്കതൊരു പാഠം പഠിക്കുന്നതിന് അതൊരു ഉപകരിച്ചു എന്നുള്ളതാണ്. അന്നത്തെ കാലത്ത് പ്രോപ്പർട്ടി ബൂം കണ്ടമാനം പിന്നെ ഇൻവെസ്റ്റേഴ്സ് ഇവിടെ വരികയും ഗ്രീഡ് വർദ്ധിക്കുകയും ചെയ്തിരുന്നു. അതായത് ഒരു പ്രോജക്റ്റ് അനൗൺസ് ചെയ്ത് നിമിഷങ്ങൾക്കകം അതിന്റെ കച്ചവടം തീരുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഓഫ് പ്ലാൻ പ്രോജക്റ്റുകൾ വളരെയധികം ഉണ്ടായിരുന്നു. വെറുതെ അതുപോലെ തന്നെ പരസ്യങ്ങൾ, വെറുതെ ഒരു പരസ്യം കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ ആളുകൾ വന്നിട്ട് ബുക്ക് ചെയ്യുകയാണ്. ബുക്ക് ചെയ്ത അടുത്ത ആളിന് വേണ്ടിയിട്ട് വിറ്റിട്ട് സ്പെക്കുലേറ്റീവ് ബൈയിങ് വളരെയധികം കൂടിയിരുന്നു. അത് യഥാർത്ഥത്തിൽ ഗവൺമെന്റിനെ അതിനകത്ത് കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. ഇത് പ്രൈവറ്റ് സെക്ടറിന്റെ ഗ്രീഡ് മാത്രമായിരുന്നു, ഇൻവെസ്റ്റേഴ്സിന്റെ ഗ്രീഡായിരുന്നു. വളരെയധികം ആളുകൾ ഇതിലേക്ക് വന്നിരുന്നു. പക്ഷെ അത് നേരത്തെ ഐസക് പറഞ്ഞ പോലെ തന്നെ വീണ്ടും അത് നമുക്ക് പാഠം പഠിച്ചതിൽ നിന്നാണ് ഇപ്പോൾ പുതിയ പുതിയ നിയന്ത്രണങ്ങൾ ഓരോ തവണയും കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്. പക്ഷെ അന്നത്തെ പോലെ വീണ്ടും ഒരു പ്രോപ്പർട്ടി ബബിൾ ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. കാര്യം ഇപ്പോൾ തന്നെ IMFന്റെ ഒരു വാണിംഗ് ഉണ്ടായിരുന്നു, ഉത്കണ്ഠ രേഖപ്പെടുത്തിയിരുന്നു. ഒരു പക്ഷേ ഇതൊരു അടുത്ത ബൂമിലേക്ക് ഈ ബൂം ഒരു പക്ഷെ അടുത്ത പിന്നെ ബബിൾ ആകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെയും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഈ നിയന്ത്രണങ്ങൾ ഒരു പക്ഷേ ആ ബൂം ഉണ്ടാകാതിരിക്കാനായിട്ട് സാധ്യത, ബബിൾ ബസ്റ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യത കുറവാണെന്ന്